എൻ്റെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. എന്നിട്ട് ആ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ തുടർന്ന് കണ്ടുകൊണ്ട് പോവുക. കാണുന്നതിലേക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കണ്ടുകൊണ്ട് പോകും. ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു, അതുകൊണ്ടാണ് പറയുന്നത്. ബേജാറൊന്നും വിചാരിക്കരുത്. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ? സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അത് എന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പനിയാണെങ്കിൽ പനി എന്നത് കമൻറ്റ് ചെയ്യുക. ഞാൻ കമൻറ്റ് ഇടണമെന്ന് പറയാം, പക്ഷെ ആരും കമൻറ്റ് ഇടാറില്ല. ലൈക്ക് വളരെ കുറവാണ്. ഈ ചാനലിന് കരകയറ്റിക്കൊണ്ട് നിങ്ങളുടെ കൂടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഈ ചാനലിന് കരകയറ്റിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമുക്ക് ലൈവ് വരണമെങ്കിൽ ഒരു 50 സബ്സ്ക്രൈബറെങ്കിലും ആവണം. ഇപ്പോൾ 23 സബ്സ്ക്രൈബർ ആയിട്ടുള്ളൂ. നിങ്ങളുടെ കൂടി സപ്പോർട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന യൂട്യൂബേഴ്സ് കൂടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, അല്ലാത്തവരും യൂട്യൂബ് ചാനൽ ഇല്ലാത്തവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ആവും. പിന്നെ ഇതാ പറയാനുള്ളത്. പിന്നെ ഇന്നിപ്പോൾ മഴ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാ പ്രാവശ്യത്തെ എൻ്റെ ഗ്യാസ് സിലിണ്ടർ വന്നിട്ടുണ്ട്. ഇന്നെന്തോ വേഗം വന്നു. ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച ആവേണ്ടതാണ്. ഇന്ന് കൃത്യമായിട്ട് വന്നു. ഇന്നലെ വേണ്ടത് ഇന്ന് വന്നു. അവരിപ്പോൾ തോന്നിയ ഓണമായി ഇപ്പോൾ ഇവിടെയൊക്കെ ഗ്യാസ് വരുന്നത്. എപ്പോൾ അവന് ഒരു ഫിക്സഡ് ഡേറ്റ് ഇല്ല. ഏതെങ്കിലും സമയത്ത് ഫിക്സഡ് ഡേറ്റ് വേണ്ട. ഒരു ദിവസം, എല്ലാ ദിവസവും ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആ ഒരു ദിവസമാണ്. ഒരു കാര്യമില്ല, എപ്പോൾ വേണമെങ്കിലും വന്ന് പോവാം. മഴക്കാലമൊക്കെ ഉണ്ട്. മഴ പെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. അങ്ങ് ഇപ്പം തന്നെ പെയ്യുന്നില്ല. ഇപ്പോൾ രാത്രിയിലൊക്കെ ഉണ്ടാകാനാണ് സാധ്യത. അതായത് സാധനങ്ങൾ പോകുമ്പോൾ കടം പോകും, പൈസ കിട്ടില്ല. അതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. നാളത്തെ കട പറഞ്ഞുകൊണ്ട് പോകും. തന്നിട്ട് മേടിച്ചിട്ട് വേണം പരിപാടി. പരമാവധി പൈസ ഒന്ന് മേടിച്ചിട്ട് വേണം നോക്കേണ്ടത്. കാലത്തിന് മീതെ കടം. ഞാൻ സ്കൂൾ ബസ് അവിടെയായി. ആൾക്കാരൊന്നും കാണാനില്ലല്ലോ. 4:04 ഒരു മനുഷ്യനെ കാണാനില്ല. പണിക്ക് പോയേക്കാണ്. അത് വന്നു വന്നുകൊണ്ടിരിക്കും. മഴ തുടങ്ങിയിട്ടില്ല. ആൾക്കാർ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ കടയും കുറച്ച് ഗ്യാസണ്ടയും ഇതൊക്കെ ഉള്ളൂ. എൻ്റെ ചാച്ചൻ വന്നിട്ട് പോയി. ചാച്ചൻ മീൻസ് എൻ്റെ പപ്പയുടെ ചേട്ടൻ വന്നിട്ട് പോയി. ഈ റൂമിനൊരു വാതിലാക്കാൻ പറ്റി, ചായക്കടയ്ക്ക് ഒരു വാതിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നമാണ്. എന്ത് ചെയ്യാൻ. മഴ ശക്തി പ്രാപിച്ചു തുടങ്ങി. മഴ കണ്ടോ? മഴ തുടങ്ങി. മഴ ശക്തമായി തുടങ്ങി. വലിയ കാറ്റും മഴയൊന്നും മഴയല്ല. വലിയ മഴയൊന്നും കുഴപ്പമില്ല. വലിയ കൊടും കാറ്റ്, പിന്നെ ഭയങ്കര ഇടി ഒന്നും ഉണ്ടാവുന്നതിൻ്റെ കുഴപ്പമില്ല. ഇടിയും കാറ്റും അതാണ് ഭയങ്കര.
ഇതിന് സമാധാനം ഉണ്ടല്ലോ. പിന്നെ വേണ്ടതാ പാലും കൊണ്ട് പോണ ആൾക്കാരാണ്. പാല് നിങ്ങൾ എന്തിനൊക്കെ ചോദിക്കില്ല, അതിന് ഉത്തരം തരാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കണം. ലൈവിൽ വന്ന് നിങ്ങൾക്ക് ലൈവ് റിപ്ലൈ തരാൻ പറ്റും. ലൈവ് വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടി ചെയ്ത് തരും. അതായത് 50 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ പിന്നെ ഒന്നും പറയാൻ കിട്ടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വേഗം നിർത്തുന്നത്. ബൈ, അടുത്ത ബ്ലോഗിൽ കാണാം.